നീ ഒരു കാര്യം ചെയ്യ്, മേലത്തെ റൂം കടിക്കുക. ഞാൻ താഴെ അടിച്ചോളൂ. പിന്നെ ബിജൂട്ടി ഇല്ലേ, ഓന് ബാത്റൂം അടിക്കാൻ ഞാൻ കൊടുക്കാം. പഠിക്കുന്നില്ലേ? ഒരു കത്തി ലുക്കിലേക്കുന്നേ കത്തി വേഷല്ല, അമേരിക്കയിൽ പോവാണ്. അമേരിക്ക ബിജൂട്ടി തമാശ കളിക്കല്ല. ബാത്റൂം അടിച്ച് ക്ലിയർ ആക്കണ്ടല്ലേ? 2 ദിവസം കഴിഞ്ഞ വീട്ടിൽ കൂടലാന്ന്. നീ എന്താ കളിക്കുന്നേ? അല്ലെങ്കിലും മേസ്ത്രിക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാ. മേസ്ത്രി, ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്ക് രണ്ടാളും. മുംബൈ ടു കാലിഫോർണിയ. മേസ്ത്രി ഇത് ശരിയാണല്ലോ. എന്നാലും ബിജൂട്ടി നീ മാസം 4-5 ലക്ഷം വരുമാനം വരുന്ന ഒരു പാവം സാധാരണക്കാരനാണ് പോകുന്നു. മേസ്ത്രി, ബ്ലഡി ഗ്രാമവാസീസായ നിങ്ങള് വാടാ പോടാ പറഞ്ഞിട്ട് ഈ ഓണം കയറാൻ മൂലയിൽ കിടന്നിട്ട് ഇങ്ങനെ നരകിച്ച് ജീവിക്കും. ഞാനങ്ങ് അമേരിക്കയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കും. എടാ ബിജൂട്ടി, നീ അമേരിക്കയിൽ പോയാലും ആടെ ഒരു മേസ്ത്രി വേണ്ടടാ. എല്ലാ കാര്യങ്ങളും നോക്കി എനിക്കാവുക. വേണ്ട മേസ്ത്രി, മീനവില് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളും കേട്ടാ. അവിടെ അല്ലെങ്കിൽ ഞാൻ ഇന്നോട് പറയാൻ വിചാരിക്കലാണ്, ഈ മേസ്ത്രിക്ക് ഭയങ്കര അഹങ്കാരാ. ഞാൻ എന്നെ കൂട്ടിക്കോ. മനോജ്, ഓക്കെ, സൗന്ദര്യ ലേശം കൂടുതലാടാ. അവിടെ വന്നു കറുത്തു പോകുള്ളൂ, അതുകൊണ്ട് വരണ്ട കേട്ടാ. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ആർമാദിച്ചോളൂ. ഓക്കെ, ഇവിടെ കടന്ന് നരകിക്കണം മേസ്ത്രി. പോട്ടെ പോലടാ, നമ്മളീ കൂടി ഒന്നും കൂടി. മേസ്ത്രി മനോജേ, സങ്കടലുണ്ട്. ഓക്കെ ബൈ. ഓക്കെ ബൈ. എന്നാലും മനോജേ, അവന്റെ കാര്യം ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ച് അമേരിക്ക. നിങ്ങൾ അയാളോട് ചൊറയെ പണിതായിട്ട് നിങ്ങൾ വരുകയില്ല പണിക്ക്. കണ്ടോ മേസ്ത്രി, ഞാൻ പോയതിനു ശേഷം ഈ മനോജിന് ഒരു ശ്രദ്ധയില്ല മേസ്ത്രിയുടെ കാര്യത്തില്. ഈ സഞ്ചിയെല്ലാം മനോജല്ലേ പിടിക്കേണ്ടത്, മേസ്ത്രിയെ പിടിക്കേണ്ടത്. ഞാൻ പിടിക്കാം മേസ്ത്രി. സഞ്ചിയെല്ലാം ഞാൻ പിടിച്ചോളൂ. എന്ന ഉദ്ദേശം മനസ്സിലായിട്ടില്ലല്ലോ. മേസ്ത്രി ശവത്ത് കുത്തരുത്. മനോജെ, പണിക്ക് കൂട്ടണം. 1 കോടി രൂപ ലോൺ എടുത്തിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. അവിടുന്ന് ഇങ്ങോട്ട് കയറ്റി വിട്ടതാണ്. പ്ലീസ്, സമ്പണം ചയച്ച് പ്ലീസ്. പുതിയ ബ്രഷ് വരെ വാങ്ങി പണിക്ക് കളിക്കരുത്.